സഭയിൽ വലിയ പ്രതിഷേധത്തെ തുടർന്ന് സ്പീക്കറെ ഉപരോധിച്ച സാഹചര്യത്തെ തുടർന്ന് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെയുള്ളവരെ സ്പീക്കർ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. സുനിൽ അരമാനൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുനിൽ, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടേത് അടക്കമുള്ള കൃത്യമായ മറുപടിയാണ് സോളാർ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാതെ ഉള്ള മറ്റ് കോംപ്രമൈസുകൾക്ക് പ്രതിപക്ഷം തയ്യാറാകുമോ? ഇന്നിപ്പോൾ സഭാ നടപടികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉയർന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ചർച്ച നടന്നാലും സ്പീക്കറുടെ ആവശ്യം എന്തായിരിക്കും? സൗമ്യ, സ്പീക്കർ തീർച്ചയായും ഇപ്പോൾ കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. ഈ ചർച്ചയ്ക്കകത്ത് സ്പീക്കർ പറയുക, ഈ വിഷയം പലതവണ സഭയിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയം തന്നെയാണ്. പല തരത്തിൽ അടിയന്തര പ്രമേയമായും സബ്മിഷനായും ഒക്കെ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. ഈ വിഷയം വീണ്ടും അടിയന്തര പ്രമേയമായി അനുവദിക്കാൻ കഴിയുകയില്ല എന്നുള്ള ചില സഭയുടെ ചട്ടങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ സ്പീക്കർ കക്ഷി നേതാക്കളുമായി സംസാരിക്കുക. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് കൃത്യമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ്. കാരണം പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചില്ല. ഏകപക്ഷീയമായിട്ടുള്ള നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത്. ഈ വിഷയത്തിൽ നേരത്തെ വന്നിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ അടിയന്തര പ്രമേയമായി ഉന്നയിച്ചിട്ടുള്ളത്. അടിയന്തര സാഹചര്യം സോളാർ കമ്മീഷന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അട്ടിമറിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിലാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അല്ലാതെ സോളാർ കേസ് അല്ല അടിയന്തര പ്രമേയമായി വന്നിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. കാരണം സോളാർ കേസിൽ അന്വേഷണം നടക്കുന്നതും തെളിവെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് തെളിവ് ശേഖരിക്കാൻ ബിജു രാധാകൃഷ്ണനുമായി സോളാർ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അഡ്വക്കേറ്റും അതോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥന് പോയത്. പക്ഷേ ഇതിനെ അട്ടിമറിക്കുന്ന തരത്തിൽ ജയിൽ പോലീസ് വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി ശ്രമം നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായി ദൗത്യം പരാജയപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സോളാർ കമ്മീഷനും രംഗത്തെത്തിയിരുന്നു. ഇതിനെതിരെയാണ് ശക്തമായിട്ടുള്ള വിമർശനവും ശാസനയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയത്. രമേശ് ചെന്നിത്തല പറഞ്ഞത്, സോളാർ കമ്മീഷൻ ഇത്തരത്തിൽ ഒരു പ്രതിയെ, ഒരു കൊലക്കേസിലെ പ്രതിയെ ഇങ്ങനെ സ്വതന്ത്രമായി കൊണ്ടുപോയത് ശരിയായില്ല. ഏതെങ്കിലും തരത്തിൽ ഈ ആളുകളുടെ ഇടയിൽ നിന്ന് ബിജു രാധാകൃഷ്ണൻ ഇറങ്ങി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ സോളാർ കമ്മീഷൻ എന്തുത്തരം പറയുമായിരുന്നു. ഇത് ശരിയായ നിലപാടല്ല എന്നാണ് രമേശ് ചെന്നിത്തല വിമർശിച്ചതും. അത് സോളാർ കമ്മീഷന്റെ നിലപാട് ഇത്തരത്തിൽ സ്വീകരിച്ചത് തികച്ചും തെറ്റായി പോയി എന്നുള്ള തരത്തിലൊരു ശാസനയും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇത്തരത്തിലൊരു ശാസനം വന്ന പശ്ചാത്തലം അത് സോളാർ കമ്മീഷന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ അത് മന്ദീഭവിപ്പിക്കും. അതോടൊപ്പം തന്നെ അതിനെ അട്ടിമറിക്കും. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരാനായി അത് സഹായകരമാകുകയില്ല എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിച്ചത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ ഈ ഒരു അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതും സർക്കാർ അംഗീകരിച്ചു കൊടുത്തില്ല. ഇതൊക്കെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയൊരു ഉത്കണ്ഠയുണ്ട്. സോളാർ കേസ് അന്വേഷണം ഫലപ്രദമായി നടക്കുമോ, യഥാർത്ഥത്തിൽ ഇതിനകത്തുള്ള സത്യം പുറത്തു വരുമോ എന്നുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കിടയിലുണ്ട്. ഈ ആശങ്കയാണ് പുറത്തു കൊണ്ടുവരാൻ സർക്കാർ ഇത്തരത്തിലൊരു അടിയന്തര പ്രമേയത്തിലൂടെ സർക്കാർ മറുപടി പറയണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ ഇത് അംഗീകരിക്കാതെ ഭരണപക്ഷത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ച സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ പ്രതിപക്ഷ MLA-മാർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സമരം നടത്തുന്നത്. ഇപ്പോൾ VS അച്യുതാനന്ദനുമായും മറ്റ് സഭാകക്ഷി നേതാക്കളുമായും ഇപ്പോൾ സ്പീക്കർ ചർച്ച നടത്തുകയാണ്. സൗമ്യ. സുനിൽ, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ വിഷയം സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസായി ഉന്നയിച്ചപ്പോൾ പ്രതിപക്ഷത്തിന്റെ സ്പീക്കറുടെ പ്രധാന ആരോപണം എന്ന് പറയുന്നത്, ന്യായീകരണം എന്ന് പറയുന്നത്, ഈ വിഷയം പലതവണ ചർച്ച ചെയ്തത് ആണ് എന്നാണ്. അതിനും അപ്പുറത്തേക്ക് ഈ വിഷയത്തിന്മേലുള്ള ഒരു പ്രാധാന്യം എന്താണ്? പ്രത്യേകിച്ച് സോളാർ കമ്മീഷൻ ഒരുപക്ഷെ സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ കമ്മീഷനെ പോലും വിമർശിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് രംഗത്തെത്തുന്നു, പോലീസിനെ ന്യായീകരിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ സോളാർ വിഷയത്തിൽ ഇപ്പോഴുള്ള ഒരു പ്രസക്തി എന്താണ്? സഭ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി സ്പീക്കർ സ്വീകരിച്ചതുപോലെ തന്നെ നിരവധി തവണ സഭയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഓരോന്നും ഓരോ കാര്യങ്ങളാണ് പ്രതിപക്ഷം അത്തരത്തിൽ സഭയിൽ കൊണ്ടുവന്നത്. സോളാർ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ആരോപണം, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം, അതിനിടെ വന്നിട്ടുള്ള പരാമർശങ്ങൾ, അത് ഓരോന്നും ഓരോ വിഷയമാണ്. പക്ഷേ എല്ലാത്തിനും കൂടെ സോളാർ കേസ് അല്ലെങ്കിൽ സോളാർ വിഷയം എന്നുള്ള രീതിയിലാണ് സ്പീക്കർ കാര്യങ്ങളെ കണ്ടിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. കാരണം ഇപ്പോൾ ഉന്നയിച്ച അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് സോളാർ കമ്മീഷൻ സോളാർ കേസുമായി ബന്ധപ്പെട്ട്
അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു, വിവിധ ആളുകളിൽ നിന്ന് തെളിവുകളും ശേഖരിക്കുന്നു, മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യം, ഇത് മൂലം ഈ അന്വേഷണം തന്നെ ഇല്ലാതാകുമോ, ഈ അന്വേഷണം യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടാകുമോ എന്നുള്ള തരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ആശങ്കയും ഉത്കണ്ഠയും ഉണ്ടായിരിക്കുന്നു. ഇതാണ് ഇന്ന് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഇതിനെ മറ്റൊരു വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം സോളാർ കേസ് എന്നുള്ള തരത്തിൽ പരാമർശിച്ചുകൊണ്ടാണ് സ്പീക്കർ ഇത് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുവദിക്കാതെ സബ്മിഷനായി വേണമെങ്കിൽ ഉന്നയിക്കാം എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യം വരുന്നുണ്ട്, സബ്മിഷനായി എന്തിന് ഈ വിഷയം ഉന്നയിക്കുന്നു? കാരണം ഈ വിഷയം നേരത്തെ പലതവണ സഭയിൽ വന്നതെങ്കിൽ എന്തിന് സബ്മിഷനായി അനുവദിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യവും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എങ്ങനെയാണെങ്കിൽ ഇത് അനുവദിക്കുകയേ ചെയ്യരുതായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം കൃത്യമായി പറയുന്നത്, ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം വന്നു കഴിഞ്ഞാൽ, അത് അനുവദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. ആഭ്യന്തരമന്ത്രി മറുപടി പറയേണ്ടി വരും. ആഭ്യന്തരമന്ത്രി സോളാർ കമ്മീഷനെ ശാസിച്ച് സംബന്ധിച്ച് സഭയിൽ വിശദീകരണം നൽകേണ്ടി വരും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായും ഭരണപക്ഷം സ്പീക്കറോട് ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമാണ് സ്പീക്കർ ഇത് സബ്മിഷനായി മാത്രം ഉന്നയിച്ചാൽ മതി, സബ്മിഷനാവുമ്പോൾ ചോദ്യം ചോദിക്കാൻ പറ്റുകയില്ല, മന്ത്രി പറയുന്ന മറുപടി മാത്രം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും, സഭാരേഖകളിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്പീക്കർ ഏകപക്ഷീയമായിട്ട് നിലപാട് സ്വീകരിച്ചത് എന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ സ്പീക്കറുമായി നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷ നേതാവും മറ്റ് സഭാകക്ഷി നേതാക്കളും പറയുന്നത്. സ്പീക്കർ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ഉണ്ടായിട്ട് പോലും അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് സഭ വേഗത്തിൽ പൂർത്തിയാക്കി പിരിയുന്ന ഒരു സാഹചര്യം, അത് സഭയിലെ പ്രതിപക്ഷത്തിൻ്റെ അംഗങ്ങൾക്കുള്ള അവകാശങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായി തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോൾ സ്പീക്കർക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടുകയാണ്. ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ്. സൗമ്യ. യെസ്, സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്.